ആഘോഷങ്ങൾ അവിടെ പൊടി പൊടിക്കുകയാണ്. അപ്പം നമ്മുടെ പരിപാടിയിലേക്ക് നോക്കി പോകാം. അറിയാ വിശക്കുന്നു വാ. ആദ്യമായിട്ടാണ് മലബാറിൽ ഒരു കല്യാണം എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ഇവിടുത്തെ വെൽക്കം ഡ്രിങ്ക് ആദ്യം കുടിച്ച് നോക്കി. എല്ലാം നല്ല ടേസ്റ്റ് ആയിരുന്നു. പൈനാപ്പിളും ഗ്രേസും ഒരു രക്ഷയില്ല. പിന്നെ ഇവിടുത്തെ വെറൈറ്റി ഓഫ് ടീസ്, അതിൻ്റെ കളർ കാണാൻ നല്ല രസമാണ്. പക്ഷേ ഞാൻ അത് ട്രൈ ചെയ്ത് നോക്കിയില്ല, കാരണം എനിക്ക് വലിയ താല്പര്യമില്ല അത് കുടിക്കാനായിട്ട്. ഈ നിൽക്കുന്ന മൊഞ്ചനാണ് കേട്ടോ പെണ്ണിൻ്റെ ബാപ്പ. പുള്ളിക്കാരനെ ഫുൾ സപ്പോർട്ടായിരുന്നു. മാത്രമല്ല ഞങ്ങളെ നല്ലപോലെ ട്രീറ്റ് ചെയ്യുകയും ചെയ്തു. ഇവിടുത്തെ ഡെക്കറേഷനൊക്കെ അടിപൊളിയായിരുന്നു, കാണാൻ നല്ല ചേലായിരുന്നു. ഇവിടുത്തെ കാറ്ററിംഗ് ബോയ്സ് അവരെല്ലാം നേരത്തെ സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. പയ്യന്മാർ ഫുൾ ഓണാണ്. ഇനി ഇവിടുത്തെ പാചകപുരയിലേക്ക് പോകാം. അവിടെ കണ്ട കാഴ്ച എന്നെ ഞെട്ടിച്ചു. ആദ്യമായിട്ടാണ് കല്യാണത്തിന് ബോസ്റ്റർ ചിക്കൻ കൊടുക്കുന്നത് ഞാൻ കാണുന്നത്. നല്ല മൊഞ്ചുള്ള ചിക്കൻ പീസ് മാവിൽ മുക്കി എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുന്നത് കാണാൻ തന്നെ എന്ത് രസമാണെന്നറിയോ. ഒരുപാട് പൈസ കൊടുത്ത് KFC കഴിക്കുന്ന എനിക്കിത് കണ്ട പാർട്ടി മൂത്ത് കഴിക്കാനാണ് തോന്നിയത്. ഞാൻ 2 ലെഗ് പീസ് തന്നെ എടുത്ത് കടിച്ചു പറിച്ച് കഴിച്ചു. എൻ്റെ പൊന്നളിയ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് KFC കാണാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ബിരിയാണിയുടെ ചെമ്പ് പൊട്ടിക്കുകയാണ്. ആ ചെമ്പ് പൊട്ടിച്ചാൽ പിന്നെ ചുറ്റുമുള്ള ഒന്നും കാണാൻ പറ്റില്ല. ആ ബിരിയാണിയുടെ മണം മാത്രമായിരിക്കും. ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം ബീഫ് കൊണ്ടാട്ടം. ഇതൊരു 1.5 കൊണ്ടാട്ടം തന്നെയായിരുന്നു. ആ ബീഫിനെ ഇളക്കി മുഴുത് മറിക്കുന്ന കണ്ടില്ലേ. ഇതൊന്ന് കണ്ടിട്ട് എനിക്ക് ഒട്ടും പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ഓടിപ്പോയി ആ ബീഫ് കൊണ്ടാട്ടം ഞാൻ ട്രൈ ചെയ്തു. ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റമാണ് ബീഫ് കൊണ്ടാട്ടം. അതിന്റെ ടേസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാണ്. നല്ല ചൂടുണ്ട്. ബീഫിൻ്റെ പല വെറൈറ്റികളും ഞാൻ കഴിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് അതിനേക്കാൾ ഉപരി ഒരുപാട് സ്പെഷ്യൽ ടേസ്റ്റ് ആയിട്ട് തോന്നിയത് ഈ ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു രഹസ്യ കൂട്ടൊക്കെ ഉണ്ട്, അത് ഞാൻ ചോദിച്ചു. പക്ഷേ അത് അവർ പറഞ്ഞില്ല, അവരുടെ ട്രേഡ് സീക്രട്ട് എന്നാണ് പറയുന്നത്. ഇനി പാക്കപ്പോകരുത് യുദ്ധം. യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ ഈ കാണുന്നത്. അങ്ങനെ ഞങ്ങളും കഴിക്കാനിരുന്നു. ആദ്യം ട്രൈ ചെയ്തത് ചിക്കൻ ലഗൂൺ ബിരിയാണിയാണ്. അതിൻ്റെ ലെഗ് പീസ് ഇങ്ങനെ കടിച്ചു വലിച്ചു. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് മച്ചന്മാരെ. നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ വീണ്ടും ഇവിടുത്തെ ഫ്രൈഡ് ചിക്കൻ ഞാൻ കഴിച്ചു. സത്യം പറയാലോ കൊതി തീർന്നില്ല കഴിച്ചിട്ട്. ഈ കാണുന്നതാണ് കുട്ടൻ കാവേരി. പേര് കേട്ടാലും തെറ്റിയിരിക്കേണ്ട. കുട്ടൻ എന്ന് വെച്ചാൽ മലപ്പുറത്ത് മട്ടൻ എന്നർത്ഥം. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ കുട്ടൻ കാവേരി കഴിക്കുന്നത്. എൻ്റെ പൊന്നളിയ ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇത്രയും കാലം ഇതൊക്കെ എന്തുകൊണ്ട് എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള വിഷമം മാത്രമേ ഉള്ളൂ. ഇത് ചോറിനോട് കൊടുക്കാൻ വെച്ചിരുന്ന മീൻ ഫ്രൈ ആണ്. ഞാൻ ചോറ് കഴിച്ചില്ല, പക്ഷേ ഞാൻ ആ മീൻ ഫ്രൈ നോക്കിയപ്പോൾ തന്നെ ആ പയ്യൻ കൊണ്ടുവന്ന് ചേട്ടാ കഴിച്ചു എന്നും പറഞ്ഞ് തന്നതായിരുന്നു. പിന്നെ ഈ തൂങ്ങിക്കിടക്കുന്നത് മീനല്ല കേട്ടോ, സോപ്പാണ് കേട്ടോ. അത് നല്ലൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി. ഇവിടുത്തെ കാറ്ററിംഗ് സർവീസിനെ കുറിച്ച് പറയാതെ പോയാൽ മോശമായി പോവും. നല്ല സർവീസായിരുന്നു. ശരിക്കും കഴിക്കുന്നവരുടെ മനസ്സും വയറും നിറയ്ക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ലാഗൊന്നും ഇല്ലാതെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അവർ നല്ല രീതിയിൽ സെർവ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന സീറ്റിൻ്റെ പേര് എനിക്ക് അറിയത്തില്ല, അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അങ്ങനെ 2 ദിവസം കൊണ്ട് കഴിക്കേണ്ട ഫുഡ് ഒറ്റ നേരം കഴിച്ചിട്ട് ഞാനും അളിയനും കൂടെ റെസ്റ്റ് എടുക്കുകയാണ്. ആഘോഷങ്ങളൊക്കെ കഴിയാറായിട്ടുണ്ട്. ഞങ്ങളെ സ്വീകരിക്കുകയും സ്നേഹിക്കുകയും സൽക്കരിക്കുകയും ചെയ്ത എല്ലാവരോടുള്ള നന്ദി ഈ സമയം ഞങ്ങൾ അറിയിക്കുന്നു. ഇവിടെ ഫുഡെല്ലാം സെർവ് ചെയ്തത് ആലിഫ് കാറ്ററിംഗ് സർവീസാണ്. അപ്പോൾ നിങ്ങളുടെ ആഘോഷങ്ങൾ മാനദകരമാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവരെ സമീപിക്കാം. ഇവരുടെ ഡീറ്റെയിൽസ് ഞാൻ ഇതോടൊപ്പം ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.